സമ്പൂർണ്ണ തിമിരമുക്ത ജില്ലയാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച ബത്തേരി ടൗൺ ലയൺസ് ക്ലബ്ബ്. കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് ബത്തേരിയിൽ നടത്തിയ 20ാമത് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ക്ലബ്ബ് പ്രസിഡന്റ് ഗിരീഷ് കുപ്പാടി പ്രഖ്യാപനം നടത്തിയത്. 20 മാസത്തിനിടെ 10,000-ത്തിലധികം പേർ പങ്കെടുത്ത ക്യാമ്പിൽ നിന്ന് 1000-ത്തിലേറെ പേരാണ് ഇതുവരെ വിജയകരമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായത്. 20ാമത് ക്യാമ്പ് ഡിസ്ട്രിക്ട് ഗവർണർ CA രജീഷ് TK ഉദ്ഘാടനം ചെയ്തു. തെളിച്ചമുള്ള കാഴ്ചയുടെ ലോകത്തേക്ക് ആയിരങ്ങളെ കൈപിടിച്ചുയർത്തിയ ബത്തേരി ടൗൺ ലയൺസ് ക്ലബിന്റെ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് വിജയകരമായ 20 മാസങ്ങൾ പിന്നിടുകയാണ്. സൗത്ത് ഇന്ത്യയിലെ പ്രശസ്തമായ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് ബത്തേരി അസംഷൻ ഹൈസ്കൂളിലാണ് ക്യാമ്പുകൾ നടന്നത്. വിജയകരമായ 20 ക്യാമ്പുകൾ പൂർത്തിയാകുമ്പോൾ ഇതുവരെ ക്യാമ്പിൽ പങ്കെടുത്തത് 10,000-ത്തിലധികം പേരാണ്. 1000-ത്തിലേറെ പേർക്ക് വിവിധ ശസ്ത്രക്രിയകൾ സൗജന്യമായി നടപ്പിലാക്കാൻ ക്ലബിന് സാധിച്ചു. വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ നിന്നും ഒട്ടേറെ പേരാണ് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പിൽ പങ്കെടുത്തത്. വയനാട്ടിലെ മറ്റേത് സംഘടനകളേക്കാൾ ഉയരത്തിലെത്തിക്കാൻ ബത്തേരി ടൗൺ ലയൺസ് ക്ലബിന് അവസരമൊരുക്കിയ ഈ സന്നദ്ധ പ്രവർത്തനം വരും നാളുകളിൽ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനാണ് തീരുമാനം. തിമിരമുക്ത വയനാട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് അതിവേഗം നീങ്ങാൻ ബത്തേരി ടൗൺ ലയൺസ് ക്ലബിന്റെ പ്രവർത്തനം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് ഗിരീഷ് കുപ്പാടി പറഞ്ഞു. ഇതിനോടകം 1000-ത്തിലധികം പേരെ കോയമ്പത്തൂർ എത്തിച്ച് ഫ്രീ ആയി സർജറി ചെയ്യാൻ ക്ലബിന് സാധിച്ചു. അതുപോലെ തന്നെ തിമിരമുക്ത ജില്ല എന്നതാണ് ക്ലബിന്റെ പ്രഖ്യാപിത നയം. വയനാട്ടിലെ അല്ല, നമ്മുടെ ഇന്ത്യയിലെ എവിടുന്ന് വന്നാലും അവർക്ക് ആധാർ കാർഡ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അവരെ ഫ്രീ ആയി കൊണ്ടുപോയി അവരെ ഫുഡാണെങ്കിലും താമസം, അതുപോലെ തന്നെ മരുന്ന്, കണ്ണട, സർജറി എല്ലാം തികച്ചും ഫ്രീ ആയി കൊടുക്കുന്നു. ഇന്നിവിടെ തന്നെ വന്നപ്പോൾ ചാനലിന് അഭിമുഖം കൊടുത്ത കുറേ സർജറി കഴിഞ്ഞ ആൾക്കാർ അവരുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ സത്യത്തിൽ നമുക്ക് വളരെ സന്തോഷം തോന്നി. ഇപ്പോഴും നമുക്കറിയാം, ഇഷ്ടംപോലെ ആദിവാസി കോളനികളാണെങ്കിലും പാവപ്പെട്ട ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇനിയും സർജറി ഇതെല്ലാം കിട്ടാനുണ്ട്. ബട്ട് അവരറിയുന്നില്ല. അറിയാത്ത കുറേ സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്, അടുത്ത മാസം മുതൽ 2 or 3 ക്യാമ്പ് വെച്ചാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇനി വയനാട്ടിൽ ഒരു തിമിര രോഗിയും ഉണ്ടാവുന്നതെന്നാണ് ഞങ്ങളുടെ ക്ലബിന്റെ ഒരു നയം. 20ാമത് ക്യാമ്പ് ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ CA രജീഷ് TK ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സേവന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പകരം വയ്ക്കാനില്ലാത്ത മാതൃകയാണ് ബത്തേരി ടൗൺ ലയൺസ് ക്ലബിന്റേതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയാണ് ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ. 1917 അമേരിക്കയിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണിത്. കഴിഞ്ഞ 106 വർഷമായി സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി നിരന്തരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടന. 14 ലക്ഷത്തോളം അംഗങ്ങളുണ്ട്. 206 രാജ്യങ്ങളിലായി 48,000 ക്ലബ്ബുകളിലൂടെ ജനങ്ങളെ സേവിക്കുന്ന ഒരു സംഘടനയാണ് ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ. ഡിസ്ട്രിക്ട് സെക്കൻഡ് VDG രവി ഗുപ്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അപ്പോൾ നമ്മൾ 30 വയസ്സ് ഏജ് കഴിഞ്ഞാൽ എവറി 2 years or 3 years പല ടെസ്റ്റിംഗ് ചെയ്യണം. ഐസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഒമാന ഇവിടെയുണ്ട്, അരവിന്ദ് ഹോസ്പിറ്റലിൻ്റെ PRO ഇവിടെയുണ്ട്. ബോഡിയുടെ എല്ലാ ഓർഗൻസ് റെഗുലർ 2 years, 3 years, 4 years പീരിയോഡിസിറ്റിയിലെ ചെക്കപ്പ് നിർബന്ധമാണ്. ബത്തേരി വിനായക ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഓമന മധുസൂദനൻ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഇന്ന് അരവിന്ദ് ഐ ഹോസ്പിറ്റലുകളിലെ ഡോക്ടേഴ്സ്, സ്റ്റാഫ്, ടെക്നീഷ്യൻസ്, എസ്എംസൺ സ്കൂൾ മാനേജ്മെൻറ്റ്, ഇവിടെ ആഗതരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ലയൺസ് ക്ലബ്ബുമായി അസോസിയേറ്റ് ചെയ്തിട്ട് ഈ കുട്ടികളിലെ ക്യാൻസർ വിഭാഗത്തിൽ, അതുപോലെ ഗർഭപാത്രങ്ങളെ ക്യാൻസറിൻ്റെ സ്ക്രീനിങ്ങിൽ പലതിലും ഞാൻ ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്രയ്ക്ക് സിൻസിയറായിട്ട്, ഇത്രയും നന്നായിട്ട് ഒരു പ്രോജക്റ്റ് നമുക്ക് വയനാട് ജില്ലയിൽ എൻ്റെ അറിവിൽ ചെയ്യുന്നത് ടൗൺസ് ലയൺസ് ക്ലബ്ബും അവരുടെ ആൾക്കാരുമാണ്. അതിന് പ്രധാനമായിട്ടും മിസ്റ്റർ ഗിരീഷ് കുമാറിനെയും അതേപോലെ ബാക്കി ഇതിലെ മെമ്പേഴ്സിൻ്റെയും സാമൂഹിക പ്രതിബദ്ധതയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. നേത്രപരിശോധനാ ക്യാമ്പിന്റെ വിജയത്തിനായി 20 ക്യാമ്പുകളിലും പങ്കെടുത്ത ബത്തേരി ഡോൺ ബോസ്കോ കോളേജിലെ NSS വിദ്യാർത്ഥികൾക്ക് ടൗൺ ലയൺസ് ക്ലബിന്റെയും അരവിന്ദ് കണ്ണാശുപത്രിയുടെയും സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ചടങ്ങിൽ സെക്രട്ടറി മനോജ് PF, സോൺ ചെയർപേഴ്സൺമാരായ ജോൺസൺ PL, സാജു ഐക്കരക്കുന്നത്ത്, IPP ജെയ്സൺ ജോസഫ്, PI സാജൻ, മനോജ് ചുംസ്, M ബിജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബത്തേരി.